കുറച്ചു കാലം മുൻപ് ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ വന്നപ്പോഴായിരുന്നു ഇന്ത്യ അമേരിക്കയുടെ അടിമയായേ എന്നുള്ള കരച്ചിൽ. ഇന്നിപ്പിതാ എണ്ണ വിൽപ്പനയുടെ പേരിൽ തുടങ്ങിയിട്ടുണ്ട്. നിലവിൽ ഇന്നീ നിമിഷം വരെ ഇന്ത്യ ഏറ്റവും കൂടുതൽ എണ്ണ വാങ്ങുന്നത് റഷ്യയിൽ നിന്നാണ്. ഫെബ്രുവരി മാസത്തെ കണക്കെടുത്താൽ പോലും റഷ്യയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ ഓയിൽ സപ്ലയർ. റഷ്യയിൽ നിന്ന് 3 അസർബൈജാൻ ടാങ്കറുകൾ ഓയിലുമായി ഇന്ത്യയിലെത്തിയിട്ട് 3 ദിവസമായി. ദി ഒഡ്യൂൺ, മറ്റാരി, ഇൻഡ്രി എന്നു പേരുള്ള ഈ 3 ടാങ്കുകളെ അമേരിക്ക 2025 ഉപരോധിച്ചതാണ്. പക്ഷെ നമ്മൾ അതൊന്നും പരിഗണിക്കുക പോലും ചെയ്യാതെ ഓയിൽ വാങ്ങുന്നുണ്ട്. ചിലപ്പോഴൊക്കെ മറിച്ച് വിൽക്കുന്നുമുണ്ട്, പൈസ ഉണ്ടാക്കുന്നുമുണ്ട്. ഇത് കൃത്യമായി ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം ആവർത്തിച്ച് പറയുന്നതാണ്. അതിൽ അവസാനത്തേതാണ് ഫെബ്രുവരി 21 വിദേശകാര്യ വക്താവ് ജയ്സ്വാൾ നടത്തിയ പ്രസ്താവന. ഇന്ത്യയുടെ ഓയിൽ പർച്ചേസ് എന്നത് ഇന്ത്യയുടെ ദേശീയ താൽപര്യങ്ങൾക്കനുസൃതമായാണ്. എന്നുവെച്ചാൽ ആരുടെ കയ്യിൽ നിന്ന് എണ്ണ വാങ്ങണമെന്നത് ഇന്ത്യയുടെ മാത്രം തീരുമാനമായിരിക്കുമെന്ന്. മാത്രമല്ല, ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി ഹർഷവർദ്ധൻ റഷ്യൻ ഓയിൽ വാങ്ങുന്നത് ഇന്ത്യ തുടരുകയാണെന്നും സാഹചര്യങ്ങൾ ഒത്തുവന്നാൽ മാത്രം വെനസ്വേലൻ ഓയിലും വാങ്ങിയേക്കും എന്നുമാണ് വ്യക്തമാക്കിയത്. 2026 ഫെബ്രുവരി 19 റഷ്യൻ വിദേശകാര്യമന്ത്രിയും ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിൽ മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പ്രസ്താവിച്ചിരുന്നു. ഇന്ത്യയും റഷ്യയും എന്തായാലും എണ്ണ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നുണ്ട്. അമേരിക്കയ്ക്കും അവരുടെ താളത്തിനൊത്ത് തുള്ളുന്നവർക്കും അതറിയില്ല എന്നത് രാജ്യത്തിന്റെ പ്രശ്നമേ അല്ല. ഈ പ്രസ്താവനകളോ വിശദീകരണങ്ങളോ ആറേതാ എന്നറിയാത്ത കോമാളികൾ അന്വേഷിക്കാൻ മെനക്കെടാറില്ല എന്നതാണ് സത്യം. നിലവിൽ അമേരിക്ക നൽകിയ ഇളവ് പോലും സത്യത്തിൽ റഷ്യയെ ലക്ഷ്യം വെച്ച് മാത്രമാണ്. ഇറാൻ US യുദ്ധം തുടരുന്ന സാഹചര്യത്തിൽ മിഡിൽ ഈസ്റ്റിൽ ഉണ്ടാകുന്ന എണ്ണക്ഷാമം പരിഹരിക്കാൻ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നതിന് ഇളവ് നൽകുകയാണ് അവർ ചെയ്തത്. തത്വത്തിൽ അത് റഷ്യയ്ക്കുണ്ടായിരുന്ന വിലക്ക് നീക്കുകയാണ് ചെയ്യുന്നത്. തീർച്ചയായും ഇന്ത്യൻ റിഫൈനറികൾക്കും അതിന്റെ ലാഭം ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് ചുരുക്കം. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട് ട്രംപിന്റെ ട്വീറ്റ് കണ്ട് ഇവിടെ ഉണ്ടാക്കിയ ബഹളം കരാറിന്റെ വിശദവിവരങ്ങൾ പുറത്തു വന്നപ്പോൾ ആവിയായി പോയി എന്നത് നമ്മൾ കണ്ടതാണ്. സത്യം പറഞ്ഞാൽ ട്രംപും അമേരിക്കയും പറയുന്നതെല്ലാം നമ്പി മോദിയെ ചീത്ത വിളിക്കുന്നത്, കൂവുന്നത് ഇവരൊക്കെ തന്നെയാണ്. എന്നിട്ട് പറയുന്നത് സംഘികളാണ് അവിടുത്തെ അമേരിക്കൻ അടിമകൾ എന്നാണ്. കേന്ദ്ര സർക്കാർ നിശബ്ദമാണ് എന്നാണ് ഇവരുടെ മറ്റൊരു വാദം. വിദേശകാര്യമന്ത്രി S. ജയശങ്കർ റഷ്യൻ ഓയിലിന്റെ കാര്യത്തിൽ അസന്നിഗ്ധമായി നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യ ഓയിൽ പർച്ചേസ് നടത്തുന്നത് ഇന്ത്യയുടെ താൽപര്യങ്ങൾക്കും എണ്ണവിലയും കണക്കിലെടുത്താണ് എന്നും രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ കൊണ്ടല്ല എന്നും അമേരിക്കയെ തന്നെ ലക്ഷ്യമാക്കി ഫെബ്രുവരി 15 മ്യൂണിച്ച് സെക്യൂരിറ്റി കോൺഫറൻസിൽ അദ്ദേഹം കൃത്യമായ ഒരു പ്രസ്താവന നടത്തിയിരുന്നു. ഇതിൽ കൂടുതൽ എന്താണ് ഇനി കേന്ദ്രം പറയേണ്ടത്? എങ്ങനെയാണ് പറയേണ്ടത്? ഒരു വിരൽത്തുമ്പിൽ നിങ്ങൾക്ക് എല്ലാ വിവരങ്ങളും ലഭിക്കുന്ന ഈ കാലത്ത് ഒരു കാര്യത്തിന്റെ വസ്തുത കണ്ടെത്താൻ കഴിയുന്നില്ലെങ്കിൽ എത്രമാത്രം മണ്ടന്മാരാണ് നിങ്ങളെന്ന് ആലോചിച്ചു നോക്കുക. റഷ്യയിൽ നിന്ന് എണ്ണ ഇന്ത്യ വാങ്ങില്ല എന്ന് ട്രംപ് പറഞ്ഞപ്പോൾ അത് വിശ്വസിച്ചതും നിങ്ങൾ, ഇപ്പോൾ വാങ്ങാമെന്ന് അമേരിക്ക പറയുമ്പോൾ വിശ്വസിച്ചതും നിങ്ങൾ തന്നെയാണ്. ഈ നിങ്ങളാണ് ട്രംപ് എന്ന ഭാസ്കര പട്ടേലരുടെ യഥാർത്ഥ തൊമ്മിക്കുഞ്ഞ്, അയാളുടെ സ്വന്തം വിധേയർ.